കേരളത്തിലെ ഭരണപക്ഷത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പറയുന്നതിൽ പച്ചക്കള്ളമുണ്ടെന്ന് എതിരാളികൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞ് പരത്തുന്ന സ്ഥിതിക്ക് അത് വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുന്നു. സൈബർ ഇടങ്ങളിൽ വലിയ യുദ്ധത്തിനത് വഴിവെക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്നും അവ്യക്തതയെല്ലാം മാറ്റിക്കൊണ്ട് വസ്തുത ജനങ്ങളെ അറിയിക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ പരസ്യമായൊരു സംവാദം വേണമെന്നായിരുന്നു കേരളത്തിൻ്റെ തന്നെ ആവശ്യം. അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനായുള്ള സ്ഥലവും സമയവും അറിയിച്ചാൽ ഞാൻ എത്തിക്കൊള്ളാമെന്ന് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. മുഖ്യമന്ത്രിയും അതേ പാതയിൽ തന്നെ വന്നു. ഞാനും സംവാദത്തിന് തയ്യാറാണെന്ന് പത്രക്കാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. വി.ഡി. സതീശൻ കാത്തുനിൽക്കുകയാണ്. ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. ഇന്നലെ 24 മണിക്കൂറായപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് മുഖ്യമന്ത്രിയെ. മുഖ്യമന്ത്രി താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. പക്ഷേ മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു. സംവാദം ഫേസ്ബുക്ക് വഴി മതിയെന്നും പറഞ്ഞ് സ്ഥലം വിട്ട മുഖ്യമന്ത്രി കൂലിയെഴുത്തുകാരെ വച്ച് സതീശനെ നോട്ടമിട്ട് അദ്ദേഹത്തെ മുട്ടുകുത്തിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കേരളം ഒന്നടങ്കം ആ സംവാദം എന്നുള്ള വാക്ക് ഇതുവരെ വിട്ടിട്ടില്ല. അവർ ഏറ്റെടുത്തു. അങ്ങനെ ഓടിയൊളിക്കാൻ പോയ മുഖ്യമന്ത്രിയെ മലയാളികൾ കയ്യോടെ പിടികൂടി എന്ന് തന്നെ പറയാം. സംവാദത്തിന് തയ്യാറാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കാത്തിരിക്കുന്നത് 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 48 മണിക്കൂർ ആയില്ലേ മുഖ്യമന്ത്രി സാർ, എന്താണ് അങ്ങോട്ട് ചെല്ലാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇളകുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സംവാദത്തിനുള്ള സ്ഥലവും സമയവും അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനാണെന്നും പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറയാം എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. പറയുന്ന സ്ഥലത്ത് പറഞ്ഞ സമയത്ത് താൻ എത്തുമെന്നും ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ജനങ്ങളെയും കൂടി പേടിക്കുന്നതിന് തുല്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവെയാണ് സംസ്ഥാനത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇരുവരും ഇങ്ങനെ ഒരു പരിപാടിക്ക് തയ്യാറെടുത്തത്. UDF സർക്കാരിൻ്റെ കാലത്തെ വികസന നേട്ടങ്ങളും നിലവിലെ സർക്കാരിൻ്റെ വികസന മുരടിപ്പും അക്കമിട്ട് നിരത്താൻ കോൺഗ്രസ് തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെയാണ് ഇത് പന്തിയല്ലെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി മുങ്ങിയത്. പക്ഷേ അത് LDFനകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കിപ്പോൾ കാരണമായി കൊണ്ടുവരികയാണ്. കേരളത്തെ നന്നാക്കിയതും ഇനി നന്നാക്കാൻ പോകുന്നതും LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞ് ബോർഡും വച്ച് പരസ്യവും നൽകി ആ നന്നാക്കിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് തന്നെ ജനങ്ങളുടെ ഇടയിൽ പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നാണക്കേടല്ലേ എന്നാണ് മുന്നണിയിൽ തന്നെ ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വയം ഒരു അപകടത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ലെങ്കിലും മുന്നണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും സംവാദത്തിന് തയ്യാറാകുമോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംവാദം കേരളത്തെ ഇളക്കി മറിക്കും എന്നുള്ളതിൽ സംശയമില്ല. സംവാദത്തിൻ്റെ തീയതി സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി തയ്യാറാകുന്ന പക്ഷം തീയതി തീരുമാനമാകും. ഇനി മുന്നണിക്കും ഘടകകക്ഷികളുടെയും ഒക്കെ പ്രവർത്തകരുടെയും ഒക്കെ എല്ലാം ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സംവാദത്തിൽ നിന്നും ഓടിയൊളിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യവും തീരുമാനമാകും. കാരണം 2011 നടന്ന കാര്യം ആരും മറന്നിട്ടില്ല. ലോട്ടറി വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സംവാദത്തിൽ അന്ന് ശാസ്ത്രജ്ഞനായിരുന്ന ധനമന്ത്രി തോമസ് ഐസക് ഇതേ വി.ഡി. സതീശൻ MLAയോട് ഉത്തരം മുട്ടി കാലു പിടിച്ചത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വരാൻ ഒരു കാരണമായി. ഉമ്മൻചാണ്ടിയെ അധികാരത്തിലേറ്റിയത് തന്നെ സതീശൻ്റെ ആ സംവാദമെന്ന് പിന്നീട് പറയുകയുണ്ടായി. അതാരും മറന്നിട്ടില്ല. അതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പിന്മാറ്റമെന്നും കേരളം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.